നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ ഫിഫ ബെസ്റ്റ് പുരസ്കാരങ്ങൾ ഇന്നലെ ഖത്തറിൽ വെച്ച് സമ്മാനിച്ചല്ലോ. ഫിഫ ബെസ്റ്റ് മെൻസ് പ്ലെയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഒസ്മാൻ ഡെംബലെയാണ്. മികച്ച ഗോൾ കീപ്പറായിട്ട് ജിയാൻ ലൂഗി ഡൊണാരുമ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മികച്ച കോച്ചായിട്ട് ലൂയിസ് എൻറിക്കെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഫിഫ ബെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ. ദേശീയ ടീമിൻ്റെ കോച്ചുമാർ, ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റന്മാർ, അതുപോലെ ഓരോ രാജ്യത്തു നിന്ന് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ജേർണലിസ്റ്റുകൾ, പിന്നെ ആരാധകർ, ഇങ്ങനെ 4 വിഭാഗവും വോട്ട് ചെയ്യും. വാലന്റിയറിൽ അങ്ങനെയൊന്നുമില്ല. വാലന്റിയറിൽ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ തിരഞ്ഞെടുക്കുന്ന 100 ജേർണലിസ്റ്റുകൾ അങ്ങ് വോട്ട് ചെയ്ത് അങ്ങ് കൊടുക്കുന്നതാണ്. കുറച്ചുകൂടി സമഗ്രമായിട്ടുള്ള അവാർഡ് തിരഞ്ഞെടുപ്പൊക്കെ ഫിഫ ബെസ്റ്റാണ്. പക്ഷേ എന്തുകൊണ്ടോ അത്ര വലിയൊരു പ്രചാരം ഈ ബാലൻഡിയോറിനോളം അല്ലെങ്കിൽ പ്രാധാന്യമൊന്നും കൊടുക്കപ്പെടുന്നില്ല എന്നുള്ളത് നിരാശാജനകമാണ്. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ലോക ചാമ്പ്യന്മാരായ അർജൻറ്റീനയുടെ വോട്ട് ഫിഫ ബെസ്റ്റിൽ ആർക്കൊക്കെയാണ് പോയത്. അതായത് അർജൻറ്റീനയുടെ ക്യാപ്റ്റൻ സാക്ഷാൽ ലയണൽ മെസ്സി ആർക്കൊക്കെയാണ് വോട്ട് ചെയ്തത്, അർജൻറ്റീനയുടെ കോച്ച് ലയണൽ സ്കലോനി ആർക്കൊക്കെയാണ് വോട്ട് ചെയ്തത്, അതുപോലെ അർജൻറ്റീനയുടെ മീഡിയ ആർക്കാണ് വോട്ട് ചെയ്തത്, ഇതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമുക്ക് ലിയോ മെസ്സിയുടെ വോട്ടുകൾ നോക്കാം. ദി ബെസ്റ്റ് പ്ലെയർ ഓഫ് ദി ഇയർ, അതായത് ഫിഫ ബെസ്റ്റ് മെൻസ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡിന് അദ്ദേഹം വോട്ട് ചെയ്ത 3 പേർ. ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് അദ്ദേഹം കൊടുത്തത് ഒസ്മാൻ ഡെംബലെക്കാണ്. സെക്കൻഡ് പ്രിഫറൻസ് വോട്ട് കൊടുത്തത് കിലിയൻ എംബാപ്പയ്ക്ക്. തേർഡ് വോട്ട് അദ്ദേഹം കൊടുത്തത് ബാഴ്സലോണ താരമായ ലാമിനെ യമാലിന്. ഇതാണ് ബെസ്റ്റ് പ്ലെയർ അവാർഡിന് അദ്ദേഹം കൊടുത്ത വോട്ടുകൾ. ബെസ്റ്റ് കോച്ച് ഓഫ് ദി ഇയർ അവാർഡിനായിട്ട് അദ്ദേഹം കൊടുത്തത് ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് കൊടുത്തത് ലൂയിസ് എൻറിക്കയ്ക്ക്, സെക്കൻഡ് പ്രിഫറൻസ് വോട്ട് കൊടുത്തത് ഹാൻസി ഫ്ലിക്കിന്, തേർഡ് പ്രിഫറൻസ് വോട്ട് കൊടുത്തത് മൈക്കൽ ആർറ്ററ്റയ്ക്ക്. ബെസ്റ്റ് ഗോൾ കീപ്പർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അദ്ദേഹം കൊടുത്ത ഫസ്റ്റ് വോട്ട് ജിയാൻ ലൂഗി ഡൊണാരുമക്ക്, രണ്ടാമത്തെ വോട്ട് കൊടുത്തത് എമിലിയാനോ മാർട്ടിനസിന്, തേർഡ് പ്രിഫറൻസ് കൊടുത്തത് തിബോട്ട് കോർട്ടുവക്ക്. ഏതായാലും അദ്ദേഹം വോട്ട് ചെയ്ത പോലെ എല്ലാവർക്കും അദ്ദേഹം 1ാം സ്ഥാനം കൊടുത്തവർക്ക് തന്നെയാണ് പുരസ്കാരം കിട്ടിയെന്ന് നോക്കുക. അല്ലാതെ ചിലരെ പോലെ തൻ്റെ രാജ്യത്തെ ഗോൾ കീപ്പർ ഉള്ളതുകൊണ്ട് അയാൾക്ക് ആദ്യം വോട്ട് കൊടുക്കുക, അങ്ങനെയൊന്നുമില്ല. കൃത്യമായിട്ട് തന്നെയാണ് ലയണൽ മെസ്സി വോട്ട് രേഖപ്പെടുത്തിയത്. പിന്നെ ലയണൽ സ്കലോനിയുടെ വോട്ട് ആർക്കൊക്കെ കിട്ടി നോക്കാം. ബെസ്റ്റ് പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അദ്ദേഹം കൊടുത്ത വോട്ട്, ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് അദ്ദേഹം കൊടുത്തത് കിലിയൻ എംബാപ്പയ്ക്കാണ്. സെക്കൻഡ് പ്രിഫറൻസ് വോട്ട് കൊടുത്തത് പെഡ്രിക്ക്, തേർഡ് പ്രിഫറൻസ് കൊടുത്തത് ലാമിനെ യമാലിന്. ദെൻ ബെസ്റ്റ് കോച്ച് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അദ്ദേഹം കൊടുത്ത ആദ്യ വോട്ട് ലൂയിസ് എൻറിക്കയ്ക്ക്, രണ്ടാമത്തെ വോട്ട് മൈക്കൽ ആർറ്ററ്റയ്ക്ക്, മൂന്നാമത്തത് ഹാൻസി ഫ്ലിക്കിന്. ബെസ്റ്റ് ഗോൾ കീപ്പർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അദ്ദേഹം കൊടുത്ത ഫസ്റ്റ് വോട്ട് എമിലിയാനോ മാർട്ടിനസിന്, സെക്കൻഡ് പ്രിഫറൻസ് വോട്ട് തിബോട്ട് കോർട്ടുവക്ക്, തേർഡ് പ്രിഫറൻസ് വോട്ട് മാനുവൽ ന്യൂയർക്ക്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വോട്ടുകൾ. ഇനി അർജൻറ്റീനയുടെ മീഡിയ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ആർക്കാണ് വോട്ട് കൊടുത്തത് നോക്കാം. അവിടുത്തെ ജേർണലിസ്റ്റ് ക്ലോഡിയോ മൗറിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഫിഫ ബെസ്റ്റ് മെൻസ് പ്ലെയറിൽ ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് കൊടുത്തത് ലാമിനെ യമാലിന്, സെക്കൻഡ് പ്രിഫറൻസ് വോട്ട് കൊടുത്തത് അഷ്റഫ് ഹക്കീമിക്ക്, തേർഡ് പ്രിഫറൻസ് വോട്ട് കൊടുത്തത് കോൾ പാൽമർക്ക്. ഇതാണ് ഫിഫ ബെസ്റ്റിലെ അർജൻറ്റീനയുടെ വോട്ടിംഗ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.